പോസ്റ്റുകാരനും അപേക്ഷിച്ചിട്ടുള്ള സ്മാർട്ട് സിഇഒ ബയോഡാറ്റ ഇരിക്കട്ടെ. നിങ്ങൾ മെയിലയച്ചിരുന്നു, അതിന്റെ കോപ്പി അല്ലേ? ഓക്കെ. ഏത് പ്രോഗ്രാം കണ്ടത്? പരിചയം കണ്ടായിരുന്നു? നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നു, എക്സ്പീരിയൻസ് കൊടുക്കുന്നു. എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷറാണ്. ഏതാ പഠിച്ചത്? ഡിഗ്രി BBA കഴിഞ്ഞതാണ്. ഓക്കെ. MBA കഴിഞ്ഞു. ജോബ് ഇതില്ല, ഫ്രഷറാണ്. ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനത്തിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ഈ കമ്പനി എടുക്കാൻ പോവുക, എത്രയാണ് ശമ്പളം പ്രതീക്ഷിക്കുന്നത്? ശമ്പളത്തിൽ ഞാൻ പറയുന്നില്ല, എനിക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു വർഷം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ തരും. ഏത് കമ്പനിയാണോ? നിങ്ങൾ ഒരുപാട് കമ്പനികൾ കണ്ടിട്ടുണ്ട്, എടുക്കോ അതുപോലെ മറ്റു കമ്പനികൾ കണ്ടിട്ടുണ്ട്. ഏത് കമ്പനിയിലാണോ പോസ്റ്റ് ഉള്ളത് ആ പോസ്റ്റിൽ ഇതാക്കിയിട്ട് 1 ഇയർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി. ശരി, അതൊരു നല്ല ഉത്തരവാണ്. തീർച്ചയായിട്ടും ആദ്യത്തെ ആ ഒരു ആൻസറിന് ഒരു ബിഗ് താങ്ക്സ്. കാരണം നിങ്ങളെ പോലുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ ആരും ഇത് പറയുന്നില്ല. അവർ തുടക്കത്തിൽ തന്നെ ചോദിക്കുകയാണ് 50,000, 25,000, 1,00,000 എന്ന്. ഇത് പറയാനുള്ള ഒരു ആവേശം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അപ്പോൾ ശമ്പളം അല്ല, നിങ്ങൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം എൻ്റെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ തീരുമാനമെടുക്കും. ഇനി എന്നെ തിരിച്ചുള്ളൊരു ചോദ്യം, ഈ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഫിറ്റ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ആ ഒരു വർഷത്തിന് ശേഷം എത്ര ശമ്പളം പ്രതീക്ഷിക്കുന്നത്? ഒരു വർഷം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ കമ്പനി വളരുന്നുണ്ട്. എന്റെ കമ്പനി വളരുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ അന്ന് ഏതായാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിലാവില്ല നിങ്ങളുടെ കമ്പനി വളർന്നു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു 25% എനിക്ക് തന്നാണ്. ഏതിന്റെ? എന്റെ കമ്പനിയുടെ വളർന്നു കഴിഞ്ഞാൽ ആ ലാഭത്തിൽ അപ്പോൾ 25% എനിക്ക് തന്നാണ്. അത് കൊള്ളാം. ഓക്കെ. അപ്പോ എന്റെ കമ്പനിയിൽ വന്ന് നിങ്ങൾ വന്നതിന് ശേഷം എന്റെ കമ്പനി വളരും. ആ വളർച്ചയുടെ ആ ഗ്രോത്തിന്റെ 25 വർഷത്തേക്ക്. എക്സലന്റ്. ഇതൊക്കെ നിങ്ങളെ MBA പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. മാഷാ അല്ലാഹ്, എക്സലന്റ്. ഒരു കഴിവ് ഞാൻ തരികയാണ്. അക്ബർ അല്ലേ പറഞ്ഞത്? എവിടെ വീട്? കോട്ടക്കൽ തന്നെ. അപ്പൊ നമ്മളെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണ്. ഇത്തരം സ്മാർട്ട് സിഇഒയുടെ ഒരുപാട് ഒഴിവുകളുണ്ട് അക്ബറെ. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ഒരു മെസ്സേജ് കൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു ആൻസർ പ്രതീക്ഷിച്ച് ഞങ്ങളെ പോലുള്ള ഇൻഡസ്ട്രി കാത്തിരിക്കുകയാണ്. നിങ്ങളെ പോലുള്ള സ്മാർട്ടായ ഇത്തരം സിഇഒകൾ. ഇനിയുള്ള കമ്പനികൾക്കൊക്കെ നിങ്ങളെ പോലുള്ള അവര് വേണ്ടത്. വർക്ക് ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരുമിച്ച് ലാഭം കൊയ്യാം, ഒരുമിച്ച് എൻജോയ് ചെയ്യാം. അത് തന്നെയാണ് അത്. അപ്പോ തീർച്ചയായിട്ടും പരിഗണിക്കുന്നതാണ്. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരോട്, പ്രേക്ഷകരോടും കൂടി ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും വിചാരിക്കരുത്. എന്റെ പ്രേക്ഷകരോടും കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ എത്രയോ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവരൊക്കെ ചോദിക്കുന്നത് ഒരു ഫിഗറാണ്, 50,000, 1,00,000 വേണമെന്ന്. ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ, എന്റെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്റെ ശമ്പളം ഫിക്സ് ചെയ്യാമെന്ന് നമ്മുടെ അക്ബർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ആയിരക്കണക്കിന് അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നത്. നല്ല നല്ല കമ്പനികൾ, ഇൻവെസ്റ്റേഴ്സ് റെഡിയാണ്, പ്രോഡക്റ്റ് റെഡിയാണ്, സർവീസ് റെഡിയാണ്, കസ്റ്റമർ റെഡിയാണ്, നല്ല പബ്ലിസിറ്റി ഉണ്ട്, നല്ല ബ്രാൻഡ് ഉണ്ട്, ഗുഡ്വിൽ ഉണ്ട്, ഒക്കെയുള്ള ധാരാളം കമ്പനികൾക്ക് മാനേജ് ചെയ്യാനുള്ള നല്ല കഴിവുറ്റ ചെറുപ്പക്കാരുടെ കുറവ് മാത്രമാണ് എന്നെ പോലുള്ള എന്റർപ്രനർ ഇന്ന് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം. അതിനൊരു പരിഹാരമാണ് അക്ബറിനെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ. ധാരാളം ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ഞാനൊരു ഫോം ഇടുന്നുണ്ട്, നിങ്ങൾ പൂരിപ്പിച്ചയക്കി. ഇതുപോലത്തെ അക്ബർ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം. ഓക്കെ അക്ബർ, പെട്ടെന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.